റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിലാണ് പഠിപ്പിക്കുന്നത്. സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സുഇല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരു ചോദ്യം വന്നു, അയ്യുദ്ദംബി അഅ്ളമു യാ റസൂലല്ലാഹ്, ഏത് തെറ്റാണ് നബിയെ ഏറ്റവും ഗുരുതരമായ തെറ്റ്? എന്താണ് ഗുരുതരമായ തെറ്റ് നബിയെ എന്ന് തങ്ങളോട് ചോദിക്കും. മുത്തനബിയോട് ചോദിക്കാൻ, നബിയെ എന്താ നബിയെ വലിയ തെറ്റ്? ഓരോ സഹാബി ഓരോരുത്തരും വന്ന് ചോദിക്കുന്ന ചോദ്യം വലിയ രസമാണ്. നബി തങ്ങളുടെ ഹദീസിലൊക്കെ നോക്കിയാൽ എന്ത് രസമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാൻ നബിയെ. എന്താ നബിയെ വലിയ കുറ്റം? എന്താ നബിയെ? അത് ഞാൻ ചെയ്യൂല, അതൊന്ന് പറഞ്ഞു തരും നബിയെ, ബാക്കിയൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. വലിയ കുറ്റം എന്താണ്? ഇത് പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി വന്നു, അൻത ജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹു അല്ലയോ നിന്നെ പടച്ചത്, അല്ലാഹു ആണ് നിന്നെ പടച്ചത്, ആ റബ്ബിന്റെ കൂടെ വേറെയും ദൈവങ്ങളുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നത്, ബഹുദൈവ ആരാധന ചെയ്യുന്നത്, അത് തന്നെ ഏറ്റവും വലുത്. പിന്നെ എന്താ നബിയെ, വേറെ എന്താണ് നബിയെ പ്രശ്നം? വേറെന്താണ് വലിയ തെറ്റ്? നിങ്ങൾ പറഞ്ഞു, അൻതഖ്തുല വലദക ഖശിയത അൻയഅകുല മഅക, നിന്റെ മക്കളെ നീ കൊല്ലുകയാണ്, നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമോ എന്ന് പേടിച്ചിട്ട് കൊല്ലുന്നത് എന്ന് പറഞ്ഞാൽ, ഗർഭധാരണം ഉണ്ടാവുമ്പോ ഈ പോക്കുപോയ മക്കളെ എനിക്ക് വളർത്താൻ കഴിയില്ലല്ലോ റബ്ബേ, എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, എന്നാ പിന്നെ അബോഷനാക്കി കളയാം. വലിയ കുറ്റമാണ്, വൻപാപങ്ങളിൽ വൻപാപമാണ്. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നിനക്ക് തെറ്റ് സംഭവിച്ചത് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അല്ലാഹു പുറത്തു തരട്ടെ. ആമീൻ. അൻതഖ്തുല വലദക, മക്കളെ കൊന്നുകളയുന്നത്. കൊന്നുകളയെന്നൊക്കെ പറഞ്ഞാൽ അബോഷം ചെയ്യാം. ഇന്നത്തെ കൊല്ലൽ എങ്ങനെയാണ്? മുമ്പല്ല ജീവനോടെ കൊണ്ടുപോയി കിണറ്റിലിടാന്നൊക്കെ അന്ന് പ്രസവിക്കണവരെ കാത്തിരിക്കണം. ഇന്ന് ഗർഭത്തിൽ തന്നെ കൊന്നുകളയാൻ. ദാരിദ്ര്യമാണ് എന്ന് പറഞ്ഞ് എന്റെ മക്കളെ പോറ്റാൻ എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ്, മക്കള് മദീനി വേണ്ട എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കുട്ടി ജന്മമെടുക്കുമ്പോഴേക്കും ആ കുഞ്ഞിനെ കൊന്നുകളയുന്നത് അല്ലാഹു വൻ പാപമാക്കി വെച്ചു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ മാറുകയാണ്. മുത്തനബി തങ്ങളോട് വീണ്ടും ചോദിച്ചു, പിന്നെ എന്താണ് നബിയെ വലിയ പാപം? എന്താണ് വലിയ പാപം? എന്താണ്? അയ്യുദ്ദംബി അഅ്ളമു, ഏറ്റവും വലിയ പാപം എന്താണ്? ആദ്യം എന്താ പറഞ്ഞത്? ശിർക്ക് ചെയ്യുന്നത്, പിന്നെ മക്കളെ കൊന്നുകളയുന്നത്. മൂന്നാമത്തെ വിഷയം തങ്ങൾ പറയുന്നു, നിന്റെ അയൽവാസിയുടെ വീട്ടിലെ പെണ്ണിനുമായി നീ, നിന്റെ അയൽപ്പക്കത്തെ പെണ്ണുമായി നീ വ്യഭിചരിക്കുന്നതാണ് വൻ പാപമെന്നും വലിയ പാപമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻതസ്നിയ ഹലീലത ജാരിക, അയൽപ്പക്കത്തെ പെണ്ണിനെ വശംവദനാക്കുന്നത്, അയൽപ്പക്കത്ത് നിൽക്കുന്ന പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് കൂടെ കൂട്ടുന്നത്, അല്ലെങ്കിൽ ആ പെണ്ണുമായി അവിടുത്തെ വീട്ടുകാരിയുമായി, അയൽവാസിയുടെ ഭാര്യയുമായി അവിടുത്തെ വീട്ടുകാരുമായി അല്ലാഹു ഹറാമാക്കിയ വ്യഭിചാരം ചെയ്യുന്നത് അയ്യുദ്ദംബി അഅ്ളമു, ഏറ്റവും ഗുരുതരമായ തെറ്റാണ്. തകാദു സമാവാതു അയതഫത്തർന മിൻഹു, അല്ലാഹുവിന്റെ കൂടെ വേറെയും ദൈവങ്ങളുണ്ട് എന്ന് പറഞ്ഞ ആ തെറ്റിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ ആകാശലോകങ്ങൾ പൊട്ടിപ്പിളരാറായിട്ടുണ്ട്. ആകാശങ്ങൾ പൊട്ടിപ്പിളരാറായിട്ടുണ്ട്. അല്ലാഹുവിന് മക്കളുണ്ടെന്നും അല്ലാഹുവിന്റെ കൂടെ വേറെ ദൈവങ്ങളുണ്ടെന്നും എന്ന് പറയുന്നത് അത്രയും ഗുരുതരമാണെന്ന് പറഞ്ഞ തെറ്റിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് അയൽപ്പക്കത്തെ ബന്ധു, അയൽപ്പക്കത്തെ തന്റെ കൂട്ടുകാരന്റെ പെങ്ങളെ, അവിടുത്തെ ഭാര്യയെ, അവിടുത്തെ ഉമ്മയെ അവരുമായി വ്യഭിചാരം ചെയ്യുന്നത് ഹറാമായും അല്ലാഹു പാടില്ലെന്ന് പറഞ്ഞ വ്യഭിചാരം, സ്വന്തം അയൽപ്പക്കക്കാരുമായി വ്യഭിചരിക്കുന്നത് വൻ പാപമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയവർ അല്ലാഹുവിനോട് കരഞ്ഞ് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ.
അല്ലാഹുവിനോട് തൗബ ചെയ്തോളൂ. ഇന്നത്തെ രാത്രിക്ക് രാത്രി നേരം വെളുക്കാൻ കാത്തിരിക്കരുത്. ഇന്നത്തെ രാത്രിക്ക് രാത്രി തന്നെ തൗബ ചെയ്തു റബ്ബേ. വിവരമില്ലാതെ പൈശാചികമായ ദുർബോധനത്താൽ അല്ലാഹുവേ പറ്റിപ്പോയ തെറ്റുകൾ നീ എനിക്ക് മാപ്പ് താ റബ്ബേ. എറിഞ്ഞു കൊല്ലപ്പെടുന്ന ശിക്ഷയാണ് വ്യഭിചാരത്തിന്. അല്ലാഹുവേ അത് എന്റെ സ്വന്തം അയൽപക്കത്ത് സംഭവിച്ചത്, ഒരിക്കലും പാടില്ലാത്തത്, ഒരിക്കലും അല്ലാഹു പൊറുക്കാത്ത തെറ്റ് 3 തവണയാണ്. ഏതാണ് വലിയ പാപം എന്ന് പറഞ്ഞത്? അതിൽ 3ാമത് കൊടുത്ത മറുപടിയാണ് അയൽപക്കത്തെ പെണ്ണുമായി വിഭജിക്കുന്നത്. അല്ലാഹുവേ മാപ്പ് തരണേ എന്ന് റബ്ബിനോട് ഈ നിമിഷം ആണും പെണ്ണും അത്തരം തിന്മ സംഭവിച്ചു പോയവർ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോളും. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ, അല്ലാഹു മാപ്പ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.